ഈ വാറ് നിർത്തുന്ന കാര്യത്തിൽ ട്രംപ് ഒരു വലിയ സംഭവമായി മാറി. കാരണം ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഹോസ്റ്റേജസിനെ അവർ ഒറ്റയടിക്ക്. അവരെപ്പോഴും ചെയ്യുന്നത് തന്ത്രപരമായിട്ട് ഹമാസ് ചെയ്യുന്ന ഒരു 5 പേരെ വിടുമ്പം 500 പേരെ ഇങ്ങോട്ട് പോകും. അങ്ങനെയൊന്നുമല്ല ചെയ്ത്. മുഴുവൻ പേരെയും വിട്ടിരിക്കണം. ഒറ്റയടിക്ക് മുഴുവൻ പേരെയും വിട്ടിരിക്കണം. അതേപോലെ ഇത്ര പേരെ ഈ പറയുന്ന പലസ്തീൻകാരെ തടവിലാക്കിയിട്ടുള്ള പഴയ ഹമാസുകാരും ഭീകരപ്രവർത്തകരും മറ്റു പലരും ഉണ്ട് വെസ്റ്റ് ബാങ്കിലും ഗാസയിലുള്ള അവരെ സൈമൾട്ടേനിയസ് ആയിട്ട് വിട്ടിരിക്കണം. അതിന് ഫർദർ ടോക്സ് ഒന്നുമില്ല. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീലാണ്, നേരത്തെ ഒന്നും അമേരിക്ക പറയാത്തൊരു ഡീലാണ് 20 നേരെ വന്നിരിക്കുന്നത്. ഹമാസ് പൂർണ്ണമായിട്ടും വെപ്പൺ താഴെ വെക്കണം. അവരിനി ഗാസയിൽ കാണാൻ പാടില്ല. ഹമാസുകാരൻ ഗാസയിൽ കാണാൻ പാടില്ല. അത് ശ്രദ്ധിച്ചുമാണ് നിങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹമാസിൻ്റെ ആഹ്ലാദങ്ങളൊന്നും ഇപ്രാവശ്യം ആരും കണ്ടില്ല. വെടിവെക്കുക, ഇറങ്ങി വരിക, സംഭവം വളരെ. കാരണം ഇവരും അങ്ങ് ഒതുങ്ങിപ്പോയി. ഹമാസും പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം വാറ് നീണ്ടു നിൽക്കുമെന്നും ഇത്രയും ആൾക്കാർ കൊല്ലപ്പെടുമെന്നും. പല റിപ്പോർട്ട്, ദ ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് UK ബേസ്ഡ് ആണ്, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പല ആൾക്കാരും ഈ ക്യാമ്പുകളിലാണ്. അതായത് നിങ്ങൾക്കറിയാം, ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വീടുകളെല്ലാം പൊളിഞ്ഞ് നാശമായിപ്പോയി. 93% കെട്ടിടങ്ങളും വീടുകളും താമസിക്കാനുള്ള പരുവത്തിലല്ലാതായി മാറി.